ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പല ആളുകളുടെയും ഡൗട്ടാണ്, നമ്മൾ കയ്യിലുള്ള സ്വർണം വിറ്റിട്ട് അത് മ്യൂച്വൽ ഫണ്ടുകളിലോ ഷെയറുകളിലോ ഇൻവെസ്റ്റ് ചെയ്യണോ, അതോ കയ്യിലുള്ള സ്വർണമായിട്ട് തന്നെ കീപ്പ് ചെയ്യണോ എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കയ്യിലുള്ള സ്വർണം ലോങ് ടേമിലേക്കാണെങ്കിൽ നിങ്ങൾ അത് ഒരിക്കലും വിറ്റിട്ട് നിങ്ങളത് മ്യൂച്വൽ ഫണ്ടുകളിലോ ഷെയറുകളിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം അത് സ്വർണമായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഈ സ്വർണത്തിൻ്റെ ഒരു വിലക്കയറ്റം അത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു എക്കണോമിയുടെ ഇൻഫ്ലേഷൻ ആവറേജ് ഒരു 6-7-8% ഓരോ ഇയറും കൂടുന്നുണ്ട്. ആ ഇൻഫ്ലേഷൻ റേറ്റിനേക്കാൾ എത്രയോ 10 മടങ്ങാണ് സ്വർണത്തിൻ്റെ വിലക്കയറ്റം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺസ് ഇപ്പോൾ 12%, 8%, 9%, അങ്ങനെ ചില മ്യൂച്വൽ ഫണ്ടൊക്കെ 20% ഒക്കെ നൽകുന്നുണ്ടെങ്കിലും മാർക്കറ്റിൻ്റെ ഒരു നില അനുസരിച്ച് ഏത് സമയത്തും എന്താണ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഷെയറിൻ്റെ ഒക്കെ വാല്യൂ ഇടിയാനും സാധ്യതയുണ്ട്. പക്ഷേ സ്വർണം എന്ന് പറയുന്ന ഒരു സാധനം അത് വേൾഡ് മാർക്കറ്റിൽ എപ്പോഴും ഡിമാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ലോങ് ടൈമിലേക്ക് ചിലപ്പോൾ 1-2 വർഷത്തേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷത്തിനിടയിൽ ചിലപ്പം വലിയൊരു മാറ്റങ്ങൾ ചിലപ്പം സംഭവിച്ചില്ല എന്നിരിക്കാം. എന്നാലും ലോങ് ടൈമിലേക്ക് ഈ ഗോൾഡിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഇൻഫ്ലേഷൻ്റെ എത്രയോ 10 മടങ്ങാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കയ്യിലുള്ള സ്വർണം വിറ്റിട്ട് ലോങ് ടേമിലേക്ക് വേറൊരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര ഉചിതമല്ല. എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. നേരെ മറിച്ച് നമ്മൾ ചെറിയ എമൗണ്ടുകൾ നമ്മൾ SIPകളിൽ അതുപോലെ തന്നെ ഷെയറുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ചൂസ് നമ്മുടെ ചൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് അത് നമ്മൾ ഡിപ്പെൻഡ്സ് ആണ്. നേരെ മറിച്ച് നമ്മൾ ലോങ് ടൈമിലേക്ക് ഒരിക്കലും കയ്യിലുള്ള മൊത്തമായിട്ട് സ്വർണം വിറ്റിട്ട് അത് ഒരിക്കലും മ്യൂച്വൽ ഫണ്ടുകളിലോ അതുപോലെ തന്നെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര ഉചിതമല്ല. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ്.